നമസ്കാരം. ഈ തിരഞ്ഞെടുപ്പിന് എന്തുകൊണ്ട് ഇടതുപക്ഷം താഴേക്ക് പോകും? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ പോലും 75 സീറ്റാണ് അവർ പ്രതീക്ഷിക്കുന്നത്, ഇൻ്റലിജൻസ് റിപ്പോർട്ട്. എന്നാൽ പോലും 24 സീറ്റിൻ്റെ കുറവ് വരും. 99 സീറ്റിൽ നിന്ന് 10-24 സീറ്റിൻ്റെ കുറവ് വരും. അങ്ങനെ ഒരു 10-24-25 സീറ്റിൻ്റെ കുറവ് വരുന്നത് എന്തുകൊണ്ട്? ഇനി അധികാരത്തിൽ വന്നില്ല എങ്കിൽ വലിയ കുറവ് വരും. CPM ശക്തമായി വിചാരിക്കുന്നത് ഒരു 50 സീറ്റിലെങ്കിലും അവർക്ക് ഷുവർ സീറ്റുണ്ട്. 50-55 സീറ്റ് ഞങ്ങൾ ജയിക്കും. ഇപ്പോൾ പിണറായി ഉൾപ്പെടെയുള്ള 10-55 സീറ്റുകൾ ഞങ്ങൾ ജയിക്കും എന്നാണ് കരുതുന്നത്. അങ്ങനെ കരുതുമ്പോഴും 55 എന്നുള്ളത് ഒരു 65-ഓ 70-ഓ 75-ഓ ഒക്കെ ആയാലും അത്ഭുതമില്ല എന്നുള്ള രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷേ വളരെ ഗുരുതരമായ ചില കാര്യങ്ങൾ കേരളത്തിൽ സംഭവിച്ചു. ഇത് CPM എങ്ങനെ വിലയിരുത്തുന്നു എന്നതിനനുസരിച്ചായിരിക്കും CPMൻ്റെ ഭാവി. ഇപ്പോഴല്ല, ഫ്യൂച്ചറിൽ. 2 കാര്യങ്ങൾ കേരളത്തിൽ സംഭവിച്ചു. CPMന് പറ്റിയ അപകടം 2 അല്ല 3 കാര്യങ്ങൾ സംഭവിച്ചു. ഒന്നാമത്തെ കാര്യം, ന്യൂനപക്ഷങ്ങൾ സംഘടിതമായി 50ഓളം മണ്ഡലങ്ങളിൽ CPMനും പിണറായി വിജയനും എതിരായി, സംഘടിതമായിട്ടെതിരായി. അത് ഏത് ചാനലിൻ്റെ, ഏത് പഠനത്തിൻ്റെ, ഏത് വിശകലനം നോക്കിയാലും മുസ്ലിം കമ്മ്യൂണിറ്റി N ബ്ലോക്ക് പിണറായി വിരുദ്ധനായി മാറി. ക്രിസ്ത്യൻ ടീമും N ബ്ലോക്ക് പിണറായി വിരുദ്ധനായി. അവർ UDFന് കൈകൊടുത്തു. ഒന്നാമത്തെ വിഷയം അതാണ്, ഏറ്റവും പ്രധാന വിഷയം. വിചാരിച്ചതുപോലെ ഈഴവ നായർ കമ്മ്യൂണിറ്റിയെ പിടിച്ചു നിർത്താനും കഴിഞ്ഞില്ല. കുറച്ച് BJP കൊണ്ടുപോയി. അതിനിപ്പോൾ BJP കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും, ഹിന്ദു സമൂഹമാണല്ലോ. അത് 2ലും അവർക്ക് പിഴച്ചു. ഏറ്റവും കൂടുതൽ പിഴച്ചത് ഈ ന്യൂനപക്ഷത്തെ കൈകാര്യം ചെയ്യുന്നതിലാണ്, അല്ലെങ്കിൽ അവരെ കാണുന്നതിലാണ്, അവരെ നോക്കിക്കാണുന്നതിലാണ്. രണ്ടാമത് ഇടതുപക്ഷത്തിന് പറ്റിയ വലിയൊരു അപകടം, ഇടതുപക്ഷക്കാരായിട്ടുള്ള പ്രത്യേകിച്ച് CPM, CPI, RSP, പിന്നെ ഫോർവേഡ് ബ്ലോക്ക്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള CPMൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൽ വിശ്വസിക്കുന്നവരുണ്ടല്ലോ. അങ്ങനെ ഇടതുപക്ഷത്തിൽ വിശ്വസിക്കുന്നവരിപ്പം RSPയുടെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം, അല്ലെങ്കിൽ RSP ഔദ്യോഗികമായിട്ട് കോൺഗ്രസിൻ്റെ കൂടെ ആണെങ്കിലും ഫോർവേഡ് ബ്ലോക്ക് ഔദ്യോഗികമായിട്ട് കോൺഗ്രസിൻ്റെ കൂടെ ആണെങ്കിലും, ഞാൻ പറഞ്ഞ ഇടതുപക്ഷം എന്ന് പറയുന്ന ഇങ്ങനെ പാർട്ടികളിൽ വിശ്വസിക്കാത്തവർ കുറേ ഇടതുപക്ഷമുണ്ട് കേരളത്തിൽ. CPMൽ വിശ്വസിക്കുന്ന പാർട്ടി മെമ്പർമാരായ ഇടതുപക്ഷമുണ്ട്, CPIൽ വിശ്വസിക്കുന്നവരുണ്ട്. അവർക്ക് വികസനം എന്ന് പറയുന്ന ഒരു അജണ്ട മാത്രം കൊണ്ട് അവരുടെ തൃപ്തി വരത്തില്ല. അവർക്ക് വർഗീയതയോടെടുക്കുന്ന നിലപാട്, മതനിരപേക്ഷതയോടെടുക്കുന്ന നിലപാട്, പിന്നെ അതുപോലെ തന്നെ ഈ ഒൻമാൻ ഷോയോടുള്ള എതിർപ്പ്. ഒൻമാൻ ഷോ അല്ലോ, ഒരു ധാർഷ്ട്യത്തോടുള്ള ഒരു ഒൻമാൻ ഷോ ആയിരുന്നല്ലോ പിണറായി വിജയൻ ഈ 2ാം ഭരണത്തിൽ. 1ാം ഭരണത്തിൽ അങ്ങനെ ആയിരുന്നു, പക്ഷേ 2ാം ഭരണത്തിൽ കൃത്യം ഒൻമാൻ ഷോ ആയിരുന്നു. ഇതൊന്നും ശരാശരി ഇടതുപക്ഷക്കാർ ഇഷ്ടപ്പെടുന്നില്ല. വ്യക്തിപൂജ, വ്യക്തിപരമായ PR വർക്ക്, ഇത്രയും എവിടെ തിരിഞ്ഞ് നോക്കിയാലും അവിടെ എല്ലാം പിണറായിയുടെ ഫോട്ടോ, പിണറായിയുടെ പബ്ലിസിറ്റി, ഈ കാരണഭൂതൻ, ക്യാപ്റ്റൻ, പിന്നെ കപ്പിത്താൻ, പിന്നെ അതുപോലെ ലെജൻഡ്, ഇങ്ങനെ ഇരട്ടച്ചങ്കൻ, ഇങ്ങനെയുള്ള പ്രയോഗങ്ങളും, ഇങ്ങനെ ഒരു വ്യക്തിപൂജ, ബിംബപൂജ ഇടതുപക്ഷത്തിലുള്ള വലിയൊരു സംഘത്തിൻ്റെ ഇടയിൽ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പരിസ്ഥിതി സംഘടനകളുടെ ഇടയിൽ, അത് കേരളയിലായാലും വയനാട് തുരങ്കമായാലും മറ്റ് പൊതുവെ പിണറായി വിജയൻ ഒരു പരിസ്ഥിതി വിരുദ്ധനാണ് എന്നൊരു തോന്നൽ പരിസ്ഥിതി സംഘടനകളുടെ മണ്ടയിൽ വന്നിട്ടുണ്ട്. അവരും വലുതായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. ആശാ വർക്കേഴ്സ് നന്നായി ഈ ഗവൺമെൻറ്റിനെതിരെ പണിയെടുത്തിട്ടുണ്ട്. UDF വന്നാൽ അവർക്ക് വലിയ ആനുകൂല്യം കിട്ടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഗവൺമെൻറ്റിനെതിരെ അവർ തിരിഞ്ഞു. അംഗനവാടിക്കാർ ഈ ഗവൺമെൻറ്റിനെതിരെ തിരിഞ്ഞു. മൂന്നാമതൊരു വിഭാഗമുണ്ട്. ഞാൻ പറഞ്ഞ പ്രധാന വിഭാഗം, 1 ന്യൂനപക്ഷങ്ങൾ, 2 ഇടതുപക്ഷത്തിൽ വിശ്വസിക്കുന്നവർ, പരമ്പരാഗതമായി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുകയും ഇടതുപക്ഷ അനുഭാവികളായിരിക്കുകയും കുറേ പാർട്ടി മെമ്പർമാർക്കെങ്കിലും പിണറായി വിജയൻ്റെ ഒരു ഏകാധിപത്യ സ്വഭാവത്തോട് ഒരു എതിർപ്പ് വലിയ തോതിലുണ്ട്. വികസനം മാത്രമല്ല നമുക്ക് വേണ്ടത്, നമ്മുടെ തത്വാധിഷ്ഠിത നിലപാടെവിടെ, മതനിരപേക്ഷ നിലപാടെവിടെ, ജനാധിപത്യത്തിന് വേണ്ടിയിട്ടുള്ള നിലപാടെവിടെ, ഫാസിസത്തിനെതിരെയുള്ള നിലപാടെവിടെ, മോദിക്കെതിരെയുള്ള സമരം എവിടെ, മോദിക്കെതിരെയുള്ള നിലപാടെവിടെ, വർഗീയതയ്ക്കെതിരെയുള്ള നിലപാടെവിടെ, ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ എന്ത് പറഞ്ഞാൽ ഒരു ഇടതുപക്ഷ ബുദ്ധിജീവികളെന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ, അവരെ സംബന്ധിച്ചിടത്തോളം താത്വിക കാര്യങ്ങൾക്കാണ് അവർക്ക് കൂടുതൽ ആവേശം. അല്ലാതെ വികസന റോഡ് വന്നെന്നോ പാലം വന്നെന്നോ അല്ലെങ്കിൽ
ഇവിടെ വലിയ ഹോട്ടൽ വന്നെന്നോ വികസനമല്ല അവർക്ക് ആവേശം. അവരെ ആവേശപ്പെടുത്തുന്നത് താത്വികമായ കാര്യങ്ങൾ. ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, യുക്തിവാദി സംഘം, പുരോഗമന കലാസാഹിത്യ സംഘം, യുവകലാസാഹിതി, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു ബൗദ്ധിക ബുദ്ധിജീവികളും യഥാർത്ഥ ബുദ്ധിജീവികളും പിന്നെ ബുദ്ധിജീവികളായി നടക്കുന്നവരും ആയിട്ടുള്ള സഞ്ചിയെടുത്ത ബുദ്ധിജീവികൾക്കെല്ലാം ഒരു ബൗദ്ധികമായ ബ്രെഡ് വേണം, ഒരു താത്വിക ബ്രെഡ് വേണം. ആ താത്വിക ബ്രെഡ് ഉണ്ടെങ്കിലേ അവർ ഇടതുപക്ഷത്തിൽ വിശ്വസിക്കുള്ളൂ. അതിലാണ് അവർ വിശ്വസിക്കുന്നത്. അല്ല തൽക്കാലം വരുന്ന വികസനത്തിലോ നാളെ നടക്കുന്ന റോഡിലോ അല്ലെങ്കിൽ നടക്കുന്ന കാര്യങ്ങളിലൊന്നുമല്ല. കുറച്ചുകൂടി വിശാലമായിട്ടുള്ള ഒരു ചിന്തയാണ് ഇടതുപക്ഷത്തിൽ നിൽക്കുന്ന ആ വിഭാഗത്തിലുള്ളത്. അവർ നിരാശരായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ. അവർ ഒന്നുകിൽ വോട്ട് ചെയ്ത് കാണില്ല, അല്ലെങ്കിൽ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസിനായിരിക്കും അവരുടെ വോട്ട്. BJPക്ക് പോകാൻ സാധ്യത കുറവാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിനെല്ലാം ഉപരിയായി ഒരു വിഭാഗം വന്നു, മൂന്നാമത്തെ ഒരു വിഭാഗം. അത് നിശബ്ദ വിഭാഗമാണ്. അതിൽ ഞാൻ ഇന്നലെ ഒരു ഓട്ടോയിൽ കയറി. ഓട്ടോ ഡ്രൈവറും ഡ്രൈവറുടെ കൂട്ടുകാരനും ഉണ്ട്, 2 പേരുണ്ട്. ഞാനൊരു കൗതുകത്തിന് അദ്ദേഹത്തിനോട് ചോദിച്ചു, ഇവിടെ ആര് ജയിക്കും? എടുത്ത വായിൽ അദ്ദേഹം പറഞ്ഞത്, ആര് ജയിച്ചാലും കുഴപ്പമില്ല, ധാർഷ്ട്രീയക്കാരനായ പിണറായിയുടെ ഭരണം പോകണം. സാധാരണ ഒരു ആട്ടോക്കാരനാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഏത് പക്ഷം? സാർ, ഞാൻ CITയിൽ പ്രവർത്തിക്കുന്ന ആളാണ്, ഞാൻ ഇടതുപക്ഷക്കാരനാണ്. പക്ഷേ എനിക്കിത് പറയാതിരിക്കാൻ പറ്റത്തില്ല. പിണറായിയുടെ ധാർഷ്ട്യം നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ റേഷൻ കൊടുത്തതോ അരി കൊടുത്തതോ റോഡ് കൊടുത്തതോ മണ്ണെണ്ണ കൊടുത്തതോ പവർക്കട്ടില്ലാത്തതോ ഒന്നുമല്ല ആ ആട്ടോ ഡ്രൈവറെ സ്വാധീനിച്ചത്. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ഇടതുപക്ഷക്കാരനാണ്, CITയിൽ മെമ്പർഷിപ്പുള്ള ആളാണ്. എന്നിട്ടും അദ്ദേഹം പറയുന്നു, ഈ ധാർഷ്ട്യം ഞാൻ അംഗീകരിക്കുന്നില്ല സാർ. ഇയാൾ ആര്, രാജാവാണോ? അങ്ങനെയുള്ള രാജാക്കന്മാരെ നമുക്ക് പൊറുക്കാൻ കഴിയില്ല എന്ന് ഒരു സാധാരണ ആട്ടോ ഡ്രൈവർക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ആളുകൾ എത്രയായിരിക്കും പറയുന്നത്, എത്രയായിരിക്കും ചിന്തിക്കുന്നത്? അതുകൊണ്ട് തന്നെ ഒരു പൊതുസമൂഹത്തിൻ്റെ ഒരു ക്രോസ് പ്രൊഫൈൽ ആളുകൾ ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ, പ്രവർത്തികൾ, ഈ അമിതമായ പോലീസിൻ്റെ ഇടപെടലുകൾ, പിന്നെ ക്രമസമാധാന രംഗത്തെ പ്രശ്നങ്ങൾ, ആരോഗ്യ രംഗത്തെ പ്രശ്നങ്ങൾ, ഇതെല്ലാം വളരെ കൃത്യമായി ജനങ്ങൾ വിലയിരുത്തുകയും പിണറായിയോട് വ്യക്തിപരമായി ഒരുപാട് ഈ മനുഷ്യൻ ഇനി വരണ്ട എന്ന്, ഈ മനുഷ്യൻ ഇനി നമുക്ക് മുഖ്യമന്ത്രിയായി വേണ്ട എന്ന് ചിന്തിക്കുകയും ചെയ്തതിൻ്റെ കൂടി ഫലമായിട്ടാണ് താൽക്കാലിക നേരിയ ഭൂരിപക്ഷം കിട്ടിയാലും ഇടതുപക്ഷം താഴേക്ക് പോകുന്നത്. ഞാൻ പറഞ്ഞു, ഇടതുപക്ഷം അധികാരത്തിൽ വന്നാലും 75 സീറ്റിനകത്തായിരിക്കും കളി. ആ കളി 24 സീറ്റ് പോകുന്നത് ഇതുകൊണ്ടായിരിക്കും. എന്തെങ്കിലും സീറ്റ് കിട്ടുകയാണെങ്കിൽ നിലവിലെ MLA-മാരെ മത്സരിപ്പിച്ചത് കൊണ്ട് അവർ ജനങ്ങളോടൊപ്പം നിന്ന് ചെയ്ത കുറേ കാര്യങ്ങൾ അവരെ പുറത്തൊരു ആൻറ്റി ഇൻകംബൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടുള്ള ഒരു മെച്ചമായിരിക്കും. പിണറായി വിജയൻ്റെ സ്കോർ ബിഗ് 0 ആണ് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ബാക്കി പത്രം.